ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് എവൻഗേലിയോൻ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡ് നമ്പർ 66C ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ച രണ്ട് വിധത്തിൽ നമുക്ക് പ്രസ്താവിക്കാവുന്നതാണ്. ഒന്ന്, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 11ാമത്തെ ഞായർ അഥവാ അവസാനത്തെ ഞായർ. മറ്റൊന്ന്, കൂടാര പെരുന്നാളിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ച. ഇന്നേ ദിവസം പരിശുദ്ധ പിതാക്കന്മാര് സഭയുടെ മക്കൾക്ക് വേണ്ടി വായിച്ചു കേൾക്കുവാൻ ക്രമീകരിച്ചിരിക്കുന്ന എവൻഗേലിയോൻ വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളാണ്. ഈ വേദഭാഗം ദൈവമക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 6-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള 7 വാക്യങ്ങളാണ്. അനന്തരം അവൻ പന്തിരി വരെ അടുക്ക വിളിച്ചു, അവരെ ഈരണ്ടീരണ്ടായി അയച്ചു തുടങ്ങി അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ടു പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പീൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവീൻ എന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ വേദഭാഗത്ത് നാം മനസ്സിലാക്കുന്ന പ്രധാന ചിന്ത, കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യന്മാരെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അവരുടെ തയ്യാറെടുപ്പാണ്. സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി അവരെ അയക്കുമ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. പെന്തക്കോസ്തിക്ക് ശേഷമുള്ളതായ ഈ ഞായറാഴ്ച, 11ാമത്തെ ഞായറാഴ്ച, കഴിഞ്ഞ 10 ഞായറാഴ്ചകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മീക ജീവിതത്തിൽ വളർച്ച നേടി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് സുവിശേഷ വേല ചെയ്യുന്നതിനായി നമ്മെ തന്നെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നതിനും നമ്മുടെ ആത്മീക ജീവിതം അതിലൂടെ ധന്യമായി തീരുന്നതിനും നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിലൂടെ അനേക ആത്മാക്കൾ ആദായപ്പെടുന്നതിനും മുഖാന്തരമായി തീരണം. ആദിമ നൂറ്റാണ്ടിലെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടെ എത്രമാത്രം ത്യാഗം സഹിച്ചാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ അവർ സമർപ്പിച്ചത്, തങ്ങളെ തന്നെ അവർ സജ്ജരാക്കിയത്. എന്നാൽ ആധുനിക കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഒരു തരത്തിൽ പോലും അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ളതായ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഒരു വേദി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനേക ഇടങ്ങളിൽ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇന്ന് ആഡംബരത്തിൻ്റെയും സുഖലോലുപതയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സുവിശേഷ വേലയ്ക്ക് ഇപ്പോഴത്തെ സുവിശേഷ പ്രവർത്തനവുമായി ഒരു രീതിയിൽ പോലും അതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. കഷ്ടപ്പാടിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ഒക്കെ നമ്മുടെ പിതാക്കന്മാർ സുവിശേഷ വേല ചെയ്തപ്പോൾ ആ സുവിശേഷ വേല വളരെ ഫലപ്രദമായി. എന്നാൽ അന്ന് നടന്നതുപോലെയുള്ള അത്ഭുതങ്ങൾ എന്തുകൊണ്ട് ഇന്ന് നടക്കുന്നില്ല? അന്ന് നടന്നതുപോലെയുള്ളതായ വീര്യപ്രവർത്തികൾ എന്തുകൊണ്ട് ഇന്ന് നടക്കുന്നില്ല?
ഇഷ്ടം പോലെ സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്, റിട്രീറ്റ് സെന്ററുകളുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല. സുവിശേഷ വേല സുഖലോലുപതയുടെയും അഭിവൃദ്ധിയുടെയും സുവിശേഷമായി മാറുന്നത് നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആളുകൾ ധാരാളമായി കൂടുന്നുണ്ട്, പക്ഷേ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്നില്ല. വഴിക്ക് വടി എടുക്കാം, എന്നാൽ അപ്പവും പൊക്കണവും മടിശീലയും കാശും ഒന്നും ഉണ്ടാവരുത്, ചെരിപ്പിട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, സുവിശേഷ വേല അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനെ ഏറ്റവും ലളിതമായ വിധത്തിൽ ശൂന്യവൽക്കരിക്കപ്പെട്ടിട്ട് കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച് കഷ്ടത അനുഭവിച്ച് പ്രയാസങ്ങളിൽ കൂടെ സുവിശേഷ വേല അറിയിക്കുമ്പോഴാണ് അത് ഇഫക്റ്റീവ് ആകുന്നത്, ഫലപ്രദമായി മാറുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതായ ഈ വേദഭാഗം മറ്റ് സുവിശേഷ ഭാഗങ്ങളുമായി അതിനെ ബന്ധിപ്പിച്ച് നാം പഠിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നൽകുന്ന ദൈവിക സമാധാനം ആ ഭവനത്തിൽ വസിക്കും. അവിടെ ഒരു സമാധാന പുത്രൻ ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ നൽകുന്ന സമാധാനം നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളോടൊപ്പം ആ സമാധാനവും മടങ്ങി വരും. 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുകയാണ്, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവി. തുടർന്ന് 13-ാമത്തെ വാക്യത്തോടുകൂടി ഇന്നത്തെ വേദഭാഗം അവസാനിക്കുകയാണ്. വളരെ ഭൂതങ്ങളെ അവർ പുറത്താക്കി അനേകം രോഗികളെ എണ്ണ തേച്ച് സൗഖ്യം വരുത്തി എന്ന് നാം കാണുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ 13-ാമത്തെ വാക്യ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ സഭയുടെ കൂദാശകളിൽ രോഗികളുടെ തൈലാഭിഷേകം എന്ന പേരോടുകൂടിയ കൂദാശ രൂപപ്പെട്ടത്. ഇതേ വേദഭാഗം നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ രോഗികളുടെ തൈലാഭിഷേക ശുശ്രൂഷയിലൂടെ പിതാക്കന്മാരെ പഠിപ്പിച്ചതും അവർ ഉദ്ദേശിച്ചതും അവരുടെ രോഗം ഭേദമായി അവരുടെ ശരീരത്തിന് ആത്മാവിന് ഒക്കെ ആന്തരിക സൗഖ്യം പ്രാപിച്ച് ശാരീരികമായ സുഖം പ്രാപിച്ച് രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആളുകളൊക്കെ ഈ കൂദാശയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അന്ത്യകൂദാശ എന്ന പേര് പോലും പലരും നൽകുന്നത് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് രോഗശയ്യയിൽ തൈലാഭിഷേക ശുശ്രൂഷ നടത്തി നമ്മുടെ ആളുകൾക്ക് സൗഖ്യം ലഭിപ്പാൻ തക്കവണ്ണം നമ്മുടെ ആളുകൾ ഒരുങ്ങാത്തതിന്റെ കാരണം എന്താണ്? എല്ലാവരും രോഗശയ്യയിൽ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴാണ് ഈ തൈലാഭിഷേക ശുശ്രൂഷ നൽകുന്നത്. ഒരുപക്ഷെ ആ അത്യാസന്ന നിലയിൽ ആ രോഗി മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും, ഈ കൂദാശ അന്ത്യസമയത്ത് കൊടുത്ത കൂദാശയായി, അന്ത്യകൂദാശയായി അവർ അതിനെ ചിത്രീകരിച്ച് അങ്ങനൊരു പേരിൽ ഇത് പ്രസിദ്ധമായി നമ്മുടെ പല ആളുകളുടെയും മനസ്സിൽ അങ്ങനെയാണ് ഈ കൂദാശയെക്കുറിച്ച് അവർ ധരിച്ചിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ഈ കൂദാശ എന്നുള്ളത് നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ ഈ കൂദാശ എത്രമാത്രം അനുഗ്രഹപ്രദമായി ഫലപ്രദമായി നമുക്കത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളത് ദൈവമക്കൾ ചിന്തിക്കുക. ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് അവർ അനേക ഇടങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. മാനസാന്തര പ്രസംഗം ആദ്യ നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ്. ഇന്നും ആ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ, നമ്മുടെ കർത്താവിന്റെ മുന്നോടിയായി കടന്നു വന്ന യോഹന്നാൻ സ്നാപകൻ മാനസാന്തര പ്രസംഗം നടത്തി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചതും അതുതന്നെയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ
മാനസാന്തരപ്പെടുവീൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ പ്രേക്ഷിത വേല എങ്ങനെ നിർവഹിക്കണം, എവിടെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്, എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യവും അറിവും ഉണ്ടായിരിക്കണം. ആദ്യം സുവിശേഷ വേല ആരംഭിക്കേണ്ടത് ജെറുസലേമിലാണ്. ആദ്യം സാക്ഷ്യം വഹിക്കേണ്ടത് ജെറുസലേമിലാണ്. നമ്മുടെ ഭവനമാണ് ജെറുസലേം എന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യം സുവിശേഷ വേല തുടങ്ങേണ്ടതും നമ്മുടെ ഭവനത്തിൽ തന്നെയാണ്. ഭവനത്തിലെ സുവിശേഷ വേലയ്ക്ക് ശേഷം വേണം പുറത്തേക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ. അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? ഒരു സുവിശേഷകൻ ആദ്യം സുവിശേഷ പ്രസംഗം നടത്തേണ്ടത് തന്നോട് തന്നെയാണ്. സ്വന്തം കണ്ണിലെ കരടെടുക്കാതെ മറ്റുള്ളവന്റെ കണ്ണിലിരിക്കുന്ന കരട് നമുക്ക് എങ്ങനെ കാണുവാൻ കഴിയും? അതുകൊണ്ട് ആദ്യം സ്വയം നന്നാകുക, ദൈവസന്നിധിയിൽ സ്വയം അനുഗ്രഹം പ്രാപിക്കുക, ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് കൃപകളും ശക്തിയും ആദ്യം പ്രാപിച്ച് ആ ശക്തിയും കൃപയും മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയുമ്പോഴാണ് സുവിശേഷ പ്രവർത്തനം ഫലവത്തായി മാറുന്നത്. അധികം താമസിക്കാതെ കൂടാര പെരുന്നാൾ എന്ന അനുഗ്രഹീതമായ ദിനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഓഗസ്റ്റ് മാസം 6-ാം തീയതി. അതിന് തൊട്ടു മുൻപുള്ളതായ ഈ ഞായറാഴ്ചയിൽ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാനും നമ്മുടെ ആത്മീക ജീവിതം പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും ഈ വേദഭാഗത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം തരുമ്പോൾ നമുക്കതിനായി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിന്റെ വേലയ്ക്കായി എന്നെ ഒരുക്കണമേ. നിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ എന്നെ ശക്തീകരിക്കണമേ. സുവിശേഷ വേല എന്ന് പറയുമ്പോൾ അത് ദൈവവചനം പ്രസംഗിക്കുന്നത് മാത്രമല്ല, എല്ലാവരും അവരവരെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യങ്ങൾ എന്താണോ അത് വിശ്വസ്തയോടെ നിർവഹിക്കുന്നതാണ് സുവിശേഷ വേല. ഒരു ഭവനത്തെ വിശ്വസ്തയോടെ നിലനിർത്തുന്നുവെങ്കിൽ അതൊരു സുവിശേഷ വേലയാണ്. നന്മ പ്രവർത്തികൾ ചെയ്യുന്നുവെങ്കിൽ അതൊരു സുവിശേഷ വേലയാണ്. അന്ത്യകാല സമയത്ത് കർത്താവ് നമ്മോട് ന്യായവിധി സമയത്ത് ചോദിക്കുന്നത്, നീ എത്രമാത്രം സംഭാവനകൾ നൽകി, എത്ര പള്ളികൾ പണിതു, എത്ര കൂട്ടായ്മ ആചരിച്ചു, ഇതൊന്നുമല്ല കർത്താവ് ചോദിക്കുന്നത്. കർത്താവിന് ചോദിപ്പാനായിട്ടുള്ളത്, നീ എത്ര പേരെ വസ്ത്രമുടിപ്പിച്ചു, അവരുടെ നഗ്നത മറച്ചു, എത്ര പേർക്ക് നീ ആഹാരം നൽകി, അവരുടെ വിശപ്പ് അടക്കി, എത്ര പേർക്ക് നീ ദാഹം തീർത്തു, എത്ര രോഗികളെ നീ ചെന്ന് കണ്ടു, വിലങ്ങിടത്തിലായിരുന്നവരെ എത്ര പേരെ നീ സന്ദർശിച്ചു. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ചോദിക്കുവാനായിട്ടുള്ളത്. ഈ എളിയവരിൽ, ഈ ചെറിയവരെന്ന് തോന്നുന്നവരോട് നീ എന്തൊക്കെ കാണിച്ചു? നന്മ പ്രവർത്തികളിലൂടെ സുവിശേഷ വേല അത് നിർവഹിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളേവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.